ഫ്രം മഞ്ചേരി ടു എവറസ്റ്റ് അതൊരു ഒന്നൊന്നര സ്വപ്നമാണല്ലേ. ഉയരങ്ങൾ കീഴടക്കുന്നതാണ് മഞ്ചേരിക്കാരി സുഹറ സിറാജിന്റെ ഹോബി. സ്വപ്നങ്ങൾക്കൊപ്പം ഉയരങ്ങളിലേക്ക് സുഹറ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എവറസ്റ്റ് ബേസ് ക്യാമ്പും സാഹസികത നിറഞ്ഞ അമ്മാദബ്ലം പർവ്വതവും താണ്ടിയ സുഹറ ഇനി എവറസ്റ്റ് കീഴടങ്ങാൻ ഒരുങ്ങുകയാണ്. യാത്രകളോട് പണ്ട് മുതലേ ഇഷ്ടമുണ്ട്. പിന്നെ 2017 ആദ്യമായിട്ട് ഒരു സൺറൈസ് ട്രെക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ട്രെക്കിംഗ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും. പിന്നെ അതിനുശേഷം കുറച്ചും കൂടെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്സ് ഒക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിനേക്കാളും ഭംഗിയുള്ള കാഴ്ചകൾ ഇനിയും കാണാം. അങ്ങനെ കുറച്ച് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്സ് ചെയ്തു. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തപ്പോൾ അവിടുന്ന് ഫസ്റ്റ് സൺറൈസ് കണ്ടു. അത് കണ്ടപ്പോഴാണ് ഈ ഒരു ട്രെക്കിങ്ങിന് ക്ലൈംബിങ്ങിലോട്ട് മാറാം എന്നുള്ളൊരു തോട്ട് വന്നത്. പിന്നെ അതിനു വേണ്ടി ഒരുപാട് ട്രെയിനിങ് ചെയ്തു. കാരണം അത് സാധാരണ ട്രെക്കിംഗ് പോലെയല്ല, ഒരുപാട് സ്കിൽസ് ലേൺ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 3-4 വർഷമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ അതിന് പ്രിപ്പറേറ്ററി ക്ലൈംബായിട്ട് കുറച്ച് ക്ലൈംബ്സ് ചെയ്തു നേപ്പാളിലും ലഡാക്കിലും. ഫാമിലി തുടക്കം മുതലേ കൂടെ തന്നെ ഉണ്ട്, എസ്പെഷ്യലി കുട്ടികൾ. കാരണം അവർ കുറേ വർഷമായിട്ട് എൻ്റെ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിനോടുള്ള എൻ്റെ ഈ പാഷനും ഒക്കെ കണ്ടു വളർന്നുകൊണ്ട് തന്നെ അവരെൻ്റെ കൂടെ തന്നെ ഈ ക്ലൈംബിങ് ജേർണിയിൽ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായിട്ട് അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുണെ, നമ്മുടെ സുഹറയുടെ സ്വപ്നം ചില്ലറ സ്വപ്നമൊന്നുമല്ല. മഞ്ചേരിയിൽ അങ്ങ് എവറസ്റ്റ് വരെയാണ് സ്വപ്നം കാണുന്നത്. അരുൺ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ടോ? ലക്ഷ്മി, തീർച്ചയായും സ്വപ്നങ്ങൾ കൊണ്ടാണല്ലോ നമ്മളെ ഉറക്കം ഉണർത്തി തന്നെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മളെ ഇങ്ങനെ ഉണർത്തി സജീവമാക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകണം. അത് തന്നെയാണ് സൂറയുടെ ജീവിതത്തിലും ഉള്ളത്. സൂറ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ശരിക്കും പർവ്വതങ്ങളെയല്ല കീഴടക്കും, നമ്മളെ തന്നെയാണ് കീഴടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സൂറ ഓരോ തവണ എവറസ്റ്റ് ബേസ് ക്യാമ്പിലായിക്കോട്ടെ, ഈ അമ്മാദബ്ലം എന്ന് പറയുന്ന ഏറ്റവും റിസ്കി ആയിട്ടുള്ള വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതമാണ്, അവിടെയൊക്കെ കയറിയാണ് ഇനി എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പോകുന്നത്. അപ്പോഴും മനസ്സിൽ ആഗ്രഹമാണ്, ഇറങ്ങാത്ത ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനൊപ്പം അത് ആസ്വദിക്കുക, ഈ സാഹസികതയ്ക്കൊപ്പം തന്നെ നമ്മൾ ജീവിതം ആസ്വദിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ സൂറയ്ക്ക് അത്തരത്തിലുള്ളൊരു പിന്തുണയാണ് കുടുംബവും നൽകുന്നത്. ഏകദേശം 7 വർഷത്തോളമായി ഇങ്ങനെ പർവ്വതാരോഹണങ്ങളിലൊക്കെ സജീവമാകാൻ തുടങ്ങിയിട്ട്. ബാംഗ്ലൂരാണ്, ഭർത്താവ് എഞ്ചിനീയറാണ്. അപ്പോൾ അതിനുള്ള പരിശീലനത്തിനുള്ള സമയമൊക്കെ കണ്ടെത്തി കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെയാണ് ഇത്ര യാത്രകളൊക്കെ നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ സ്വപ്നമാണ്. ഒപ്പം തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരെ കൊണ്ടും സാധിക്കണമെന്നില്ല. പല പ്രതിസന്ധികളിലൊക്കെ നമ്മളെ സ്വപ്നങ്ങൾ ഇങ്ങനെ തടസ്സമായി പോകാറുണ്ട്. ആ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു സമയം കണ്ടെത്തുക, ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുക. നമ്മൾ അങ്ങോട്ട് വെക്കുകയാണല്ലേ അരുൺ പതിവ്. കാരണം പ്രായത്തിന്റെ കാര്യങ്ങൾ പറയും, സാഹചര്യങ്ങളുടെ കാര്യം പറയും. അങ്ങനെ നമ്മൾ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ നമ്മളായിട്ട് തന്നെ കുറെ ഒഴിവുകൾ പറയാറുണ്ട്. അതെ, തീർച്ചയായും ലക്ഷ്മി. അതാണ് ചേസ് യുവർ ഡ്രീംസ് എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പോലും വിരമിക്കൽ പ്രസംഗത്തിൽ നൽകി വെച്ചൊരു സന്ദേശമാണ്. പിന്തുടരുക തന്നെയാണ്, പിന്തുടരാൻ നമ്മളതിന് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ തടസ്സങ്ങളൊക്കെ അതിൻ്റെ വഴിയെ തന്നെ പോയിക്കോളും എന്നുള്ളതാണ് സുഹറ പോലും ഒടുവിലത്തെ ഉദാഹരണമായി നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. സുഹറ അങ്ങനെ പിന്തുടരട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ, സ്വപ്നങ്ങളും ഉയരത്തിൽ തന്നെ സഞ്ചരിക്കട്ടെ. ജയലക്ഷ്മി. തീർച്ചയായിട്ടും അരുൺ, എന്തായാലും സുഹറയുടെ സ്വപ്നങ്ങൾ സുഹറ നേടിയെടുക്കട്ടെ. അതേപോലെ പ്രേക്ഷകർ, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഇല്ല എങ്കിൽ സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുന്നവരാണെങ്കിൽ ആ സ്വപ്നം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോവുക. അതിനുവേണ്ടി പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിമിതികളെയും ഒന്നും മനസ്സിൽ കാണണ്ട, അത് നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രം കാണുക. എന്തായാലും അത് അങ്ങനെ മനോഹരമായിട്ട് സുഹറയുടെ യാത്ര നടക്കട്ടെ.